ക്രിസ്തീയ പണ്ഡിതൻ പറഞ്ഞതാണ്, നിങ്ങൾ ജൂതന്മാരെ സൂക്ഷിക്കണേ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലാ, ഫലസ്തീനികളെ സഹായിക്കണേ അല്ലാ, മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആകെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്തും അതിനുശേഷവും അടിച്ച് പിരിഞ്ഞ് എല്ലാവരും കൊന്നു തള്ളി തീർന്നു പോയ, ഉടുക്കാൻ വസ്ത്രം പോലുമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, കുടിക്കാൻ ശുദ്ധവെള്ളമില്ലാതെ, കഴിക്കാൻ നല്ല ഭക്ഷണമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന ജൂതന്മാർക്ക് കയറിക്കിടക്കാൻ കുടില് കൊടുത്തതാണ് ഫലസ്തീനികൾ ചെയ്ത ഏറ്റവും വലിയ തീവ്രവാദം. മനസ്സിലാക്കണം, ഇന്നത്തെ കാലമെന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരികൾ അടക്കം, ലോകത്തിൽ പോലീസ് ചമയുന്ന ആളുകൾ അടക്കം എല്ലാവരും പറയുന്ന എന്താണ്? ഫലസ്തീനികൾ ഹമാസ് തീവ്രവാദികളാണ്, തീവ്രവാദികളാണ്, തീവ്രവാദികളാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്ന വീട്ടിൽ ഒരു ദിവസം എനിക്ക് വീടില്ല, കുടിലില്ല, എനിക്കൊരിഞ്ച് സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ അവിടെ കയറി വന്നിട്ട് നിങ്ങളുടെ റൂമിൽ ഒരു ചെറിയ ബെഡ് സ്പേസ് കിട്ടിയപ്പോ ഞാൻ പിന്നെ എന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് വന്ന് നിങ്ങളെ മുഴുവനും പുറത്താക്കിയിട്ട് നിങ്ങളിപ്പോൾ റോട്ടിൽ നിന്ന് അലയുകയാണ്. ഞാൻ ആ വീട്ടുകാരനായി ഞെളിഞ്ഞ് ജീവിക്കുകയാണ്. എന്റെ ജീവിതം കണ്ടിട്ട് ആള് പറയണം അയാൾ നല്ല മനുഷ്യനാണ്. എന്നെ കല്ലെറിയുന്നവൻ ഈ വീട്ടുകാരൻ, ശരിക്കും ഈ വീട്ടുകാരൻ, അയാൾ എന്നെ കല്ലെറിയുമ്പോ ആളുകൾ റോട്ടിൽ നിന്ന് പറയുന്നു ഇവൻ തീവ്രവാദിയാണ്. ഇതാണ് ഫലസ്തീനികളുടെ അവസ്ഥ. ജൂതന്മാർ അലഞ്ഞ് തിരിഞ്ഞ് നടന്നവരാണ്, അവർക്ക് കയറിക്കിടക്കാൻ ഒരിടം കൊടുത്തവരാണ് ഫലസ്തീനികൾ. ആ ഫലസ്തീനിലെ മണ്ണ് കാർന്ന് 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 തിന്ന് ഫലസ്തീനികളെ ഭൂലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള സകല ശ്രമങ്ങളും നടക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, ഇന്ത്യ രാജ്യത്ത്, വൈദേശികാധിപത്യത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യ രാജ്യത്ത് എത്രയെത്ര വലിയ വലിയ പോരാട്ടങ്ങൾ നടന്നു. ഈതുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ നെഞ്ഞു വിരിച്ച് പോരാടിയ എത്ര യോദ്ധാക്കളെയാണ് നമ്മൾ ദേശീയ നേതാക്കളായി, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായി നമ്മൾ വാഴ്ത്തുന്നത്, അവരുടെ ദിനങ്ങൾ ആചരിക്കുന്നത്. എന്താണ് അവർ ചെയ്തത്? ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഇവിടെ ഭരണം സ്ഥാപിച്ചവരെ അട്ടിയോടിക്കാനുള്ള ശ്രമം നടത്തി. ഫലസ്തീനികൾ ഇന്ന് നടത്തുന്ന അതേ ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നപ്പോ അത് സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വാതന്ത്ര്യ സമരവുമാണെങ്കിൽ, ഫലസ്തീൻ മോചിപ്പിക്കാൻ വേണ്ടി അവര് നടത്തുന്നത് ശരിക്കും സ്വാതന്ത്ര്യ സമരമല്ലേ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ അവര് പോരാടുന്നത്? ഹമാസിന്റെ കരങ്ങൾ അവരെന്ത് പ്രവർത്തനം നടത്തിയാലും അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും. അവരുടെ വീടാണ്, അവരുടെ നാടാണ്, അവരുടെ പള്ളിയാണ്, അവരുടെ പ്രദേശമാണ് കൈയടക്കിയിട്ട് ഓരോ ദിവസവും ചെറിയ മക്കളെ അടക്കം നിഷ്ഠൂരമായി തോക്കിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പീഡിപ്പിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്നത്. അതിന് ചെറിയ ഒരു ഇലയനക്കം അങ്ങോട്ട് തിരിച്ചടിച്ചപ്പോൾ ലോക പോലീസ് അടക്കം എല്ലാവരുടെയും ശ്രദ്ധയും തലോടലും കരുണയും വന്ന് വീഴുകയാണ് ഇസ്രായേലിന്റെ മേൽ. ഹമാസ് ഒറ്റപ്പെടുന്നു, മുസ്ലിം സമൂഹം അവിടെ ഒറ്റപ്പെടുന്നു. ബിമദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ്സിനെ മോചിപ്പിക്കണേ അല്ലാ, ജൂതന്മാരെ തകർക്കണേ അല്ലാ. 14 നൂറ്റാണ്ട് മുമ്പ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 12 വയസ്സുള്ള സമയത്ത് അതാ ക്രിസ്ത്യാനി പണ്ഡിതനായ ബഹീറ അബൂ ത്വാലിബിനോട് പറയുന്നു, ഫഹദർ അലൈഹിൽ യഹൂദ്, ജൂതന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ,